പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ്, ഞാൻ ഒരു ചെറിയൊരു സ്റ്റോറി പറയാം. അതായത് ഒരു ചങ്ങായി ഒരു മൊബൈൽ ഷോപ്പിലേക്ക് പോയിട്ട് iPhone 15 Pro Maxന് കാണിച്ച് ചോദിച്ചു എന്താണ് ഇതിൻ്റെ പ്രൈസ് എന്ന്. ഒബ്വിയസ്ലി ആ ഷോപ്പ് കീപ്പർ പറയും അത് 1,50,000 നിയർ ആയിട്ടാണ് ഇതിൻ്റെ പ്രൈസ് വരിക. ഇത് കേട്ടപ്പോൾ ഈ ചോദിച്ച ആൾ ചൂടായി, എന്താണ് ബ്രോ, തൊട്ടടുത്തുള്ള കടയിൽ എനിക്ക് 5,000 കിട്ടുന്നുണ്ടല്ലോ, നിങ്ങൾ എന്താണ് 1,50,000 ചാർജ് ചെയ്യുന്നത്? അപ്പോൾ ഈ ചങ്ങായി ചോദിച്ച മൊബൈൽ 5,000 മറ്റേ ജിയോ ഫോണാണ്. ആ ഒരു ജിയോ ഫോണിനെയും പിടിച്ച് iPhone 15 Pro Maxനെ കമ്പയർ ചെയ്യാം. അപ്പോൾ ഇതേ സംഭവമാണ് ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് നേരിടുന്നത്. അതായത് ഒരു ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് വരും, അവർ വന്ന് സ്കിൽ കോഴ്സിനെ കുറിച്ച് ചോദിക്കും. നമ്മൾ കോഴ്സിനെ കുറിച്ച് പറയും, അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഇവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എന്താണ് നിങ്ങൾ ഇത്രയും ഫീസ് ചാർജ് ചെയ്യുന്നത്, നമുക്ക് തൊട്ടടുത്തുള്ള വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 5,000 കിട്ടുന്നുണ്ടല്ലോ, നിങ്ങൾ എന്താണ് 50,000 ഇതിന് ചാർജ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, നമ്മൾ കൊടുക്കുന്ന കോഴ്സിൻ്റെ ക്വാളിറ്റി ആ ഒരു രീതിയിലാണ്. അതേ സെയിം ടൈറ്റിലുള്ള കോഴ്സ് വേണമെങ്കിൽ 5,000 1,000 അല്ലെങ്കിൽ ഫ്രീ വേണമെങ്കിൽ കൊടുക്കാം, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ആ രീതിയിലായിരിക്കും. നമ്മളൊരു സംഭവം വെറും ചീപ്പായിട്ട് പഠിക്കാം, പക്ഷെ അത് ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് നമ്മുടെ കരിയറിൽ ഒരു ചേഞ്ചസും വരുത്താൻ പോകുന്നില്ല. നമ്മൾ വെറുതെ സമയം പാഴാക്കുക. അവിടെ ഒരു കോട്ട് ഉണ്ട്, അതായത് ഇഫ് യുവർ ഗോൾ ഈസ് ടു സേവ് ദ മണി then choose the cheapest. If your goal is to build a career, then choose the best. സെയിം അതേ പറയാനുള്ളൂ.